ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ്. ഇനിയിപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നത് ഇന്നലെ രാത്രി നമ്മൾ ചോറ് അരച്ചിട്ടൊരു റൊട്ടി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ റൊട്ടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എഗ് റോൾ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു മുട്ട ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ റൊട്ടി അങ്ങനെ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് പിന്നെ അതാ ഈ മുട്ടൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചാൽ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിഫിന് റെഡി ആവും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടിഫിനാണ്. റൊട്ടിയാണെങ്കിൽ ഗോതമ്പ് പൊടിയാണ്, അതുപോലെ തന്നെ അതിൽ മുട്ട ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചീസ് ഉണ്ട്. അതൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുപോലെ ഉണ്ടെങ്കിൽ. അങ്ങനെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ ക്ലീനിങ് ഉണ്ട്, നമ്മളെന്നും ചെയ്യണ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വരാം. പിന്നെ ഇതാ ഈ ഒരു മണി പ്ലാന്റൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ വെയിലും മഴയൊക്കെ ആകുമ്പോൾ ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ ഇതാ ഇത് ചെറിയ മോളെ ബുക്കാണ് കേട്ടോ. അവളൊക്കെ ആക്കി ഇത്താത്തൊക്കെ പഠിക്കുമ്പോഴേക്കും വേണം വന്നിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. മൈ ഫസ്റ്റ് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കളറിങ് ബുക്കിൻ്റെ സെറ്റും കൂടി വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് കേട്ടോ. അപ്പോൾ അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു ലൈബ്രറിൻ്റെയും ബാഗിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മക്കൾക്ക് നല്ല രസത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്ന് മീൻ പുതിയാപ്പിളക്കോരയാണ് കേട്ടോ കിട്ടിക്കണത്. ഞങ്ങളിവിടെ പുതിയാപ്പിളക്കോര എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയണതെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കൊണ്ടിട്ടോ. ഇനിയിപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. കറിയും ചോറും ഒക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചോറ് അടുപ്പത്ത് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് കൈപ്പക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് കയ്പ്പൊക്കെ കഴിക്കാത്തവരും കൂടി കഴിക്കണ ഒരു ഐറ്റമാണ് കേട്ടോ. തീരെ ആ ഒരു കയ്പ്പക്കൻ്റെ കയ്പ്പ് അറിയില്ല. നല്ല ടേസ്റ്റിലുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 മീഡിയം സൈസിലുള്ള കയ്പ്പക്കയാണ് കേട്ടോ എടുത്തുക്കണത്. അപ്പോൾ അതിങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തുക്കണ്. അതിൽക്കൊരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തുക്കണ്. ചെറുതാണെങ്കിൽ 2 കേട്ടോ. പിന്നെ ഇതാ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇനിയിപ്പോൾ ഒരു 3 വിസിലടിച്ചാൽ കയ്പ്പൊക്കെ വേവ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ മീൻ കറിയും കൂടി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്.
പിന്നെ ഇതാ പണീൻ്റെ ഇടയിൽ വന്നപ്പോൾ മോള് നല്ല കളറിങ്ങിലാണ് കേട്ടോ. പിന്നെ വാട്ടർ കളറായ കാരണം പിന്നെ തുടച്ചാൽ പെട്ടെന്ന് തന്നെ പോവായതുകൊണ്ട് കുഴപ്പമില്ല. എന്തുണ്ടാക്കണേ? പിന്നെ നമ്മൾ മീൻ മസാല തേക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. അത് നമ്മൾ മീനിൻ്റെ ആ ഒരു ടേസ്റ്റിനെ തന്നെ ഇല്ലാതാക്കും. ഏത് കറിയിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് നമ്മൾ മീനൊക്കെ മസാല തേച്ചിട്ട് കുറേ ടൈം വെച്ചാലാണ് മീനിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരിക എന്നാണ്. എന്നാൽ പിന്നെ ഈ അടുത്ത് ഞാൻ ഒരു വലിയൊരു ഷെഫ് ഉണ്ട്, ആബിദ റഷീദ്. അപ്പോൾ ഓളൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ, മീൻ കുറേ സമയം മസാല തേച്ച് വെച്ചാൽ ടേസ്റ്റ് പോകുന്നുള്ളത്. അത് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ കുറേ സമയം മസാല തേച്ചിട്ടൊന്നും അങ്ങനെ വെക്കലില്ല കേട്ടോ. ആ ആബിദ റഷീദ് എന്ന് പറയുന്നത് വലിയൊരു ഷെഫാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ഉപ്പേരി ഒന്ന് ഉള്ളിയിട്ട് തൂമിച്ചെടുക്കാണ്ട്. അപ്പോൾ ഈ ഒരു കയ്പ്പക്കുപ്പേരി ചെറിയ ഉള്ളി ഇട്ടിട്ട് തന്നെ വറവിട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. കടുകിട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. ഒരു 2 വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇട്ടിട്ട് ഇതുപോലെ വറവിട്ടെടുക്കുമ്പോഴാണ് കേട്ടോ. ഈ ഒരു കയ്പ്പക്കൻ്റെ കയ്പേ അറിയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് മാത്രം മതി ചോറുന്നാൻ. അങ്ങനെ ഇതാ കറിയും റെഡിയായി. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാനാകുമ്പോഴത്തേന് നല്ല തിക്കായിട്ടുള്ള കറിയാവും. ലാസ്റ്റ് ഇതാ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ അധികം ഞാൻ എയർ ഫ്രയറിൽ തന്നെയാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യൽ. പിന്നെ ഇത് ചെറിയ പുതിയാപ്പിളക്കോരായ കാരണം ഈ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഇങ്ങനെ മൊരിഞ്ഞിട്ട് പൊരിച്ചെടുക്കുമ്പോഴല്ലേ ടേസ്റ്റ്. അപ്പോൾ അതായതുകൊണ്ട് ഇതുപോലെ ഓയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വലിയ അയില അങ്ങനത്തെ മീനുകളൊക്കെ എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തീരെ ഓയിൽ വേണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.